ഏത് സമയവും കാട്ടാനാക്രമണം ഭയന്ന് കഴിയുന്നവരാണ് ആറളം പുനരധിവാസ കേന്ദ്രത്തിലെ ജനങ്ങൾ. ആനമതിൽ നിർമ്മാണം പൂർത്തിയാകാത്തത് ദുരിതം ഇരട്ടിയാകുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു. പ്രതിഷേധം ഭയന്ന സർക്കാർ 6 മാസം കൊണ്ട് ആനമതിൽ നിർമ്മാണം പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സംഭവം നടന്ന് 21 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ആനമതിൽ നിർമ്മാണം എവിടെ വരെ എത്തി? ആറളത്തേക്ക് അരുൺ പൂപ്പറമ്പ ഒരു യാത്ര നടത്തുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ കേന്ദ്രമായ ആറളം ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന കക്കുവ പാലം കടന്നാൽ 3500 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പുനരധിവാസ കേന്ദ്രമാണ്. അവിടെ ഇപ്പോഴും ആയിരക്കണക്കിന് ആൾക്കാരാണ് താമസിച്ചു വരുന്നത്. അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് ആറളം ഫാമിലെ ആനമതിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങി എന്ന് ഇവിടെ നേരിട്ടെത്തിയാൽ നമുക്ക് ബോധ്യമാകും. 2019 ഈ ആനമതിൽ നിർമ്മാണം ആറളത്ത് സർക്കാർ പ്രഖ്യാപിച്ചത്. പിന്നീട് സർക്കാരിന് തന്നെ പല കാരണങ്ങളാൽ അത് ഇഴഞ്ഞു നീങ്ങി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ആറളത്ത് തന്നെ ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നപ്പോൾ ഇവിടെ കടുത്ത പ്രതിഷേധമുണ്ടായി. വലിയ പ്രതിഷേധത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ പോയി. അപ്പോൾ വനം മന്ത്രി ഉൾപ്പെടെ സർക്കാരിൻ്റെ എല്ലാ പരിവാരങ്ങളും ഇവിടെ എത്തി വലിയൊരു പ്രഖ്യാപനം നടത്തി. 6 മാസം കൊണ്ട് ഈ ആനമതിൽ നിർമ്മാണം പൂർത്തീകരിക്കും എന്നതാണ് അന്ന് പറഞ്ഞത്. അതിപ്പോൾ കഴിഞ്ഞ 21 മാസം പിന്നിടുകയാണ്. ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പാതി നിർമ്മാണം നടത്തി അവിടെ ഉപേക്ഷിച്ച ഈ ഭിത്തികളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കായി. ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതം, ആന ഭയത്താൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് ഇവിടെ. അവരുടെ ജീവിതം വീണ്ടും കൂടുതൽ ദുരിതത്തിലാവുകയാണ്. ഇത് ഒരു റെയിൻവേലിൻ്റെ ഒരു ഇതായിരുന്നു സംഭവം. ആദ്യത്തേത് ആനേനെ തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആന ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ള് കൊണ്ടാൽ ആനകൾക്ക് പരിക്കേൽക്കും. അത് കാരണം കൊണ്ട് ആന ഇറങ്ങില്ല എന്ന് ഇവരുടെ ഒരു ആദ്യത്തെ ഒരു പ്രോജക്റ്റ്. പക്ഷേ അത് വിജയിച്ചില്ല. ആന ഇതെടുത്ത് മാറ്റിക്കൊണ്ട് ഒന്നെങ്കിൽ കാലോട്ട് ചവിട്ടി മറിച്ചിട്ടിട്ടാണ് ആന കിടക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ഇത് ഉറപ്പില്ല എന്ന് ഇവർ ചെയ്തിരിക്കുന്നത് ഒരു ഉറപ്പ് കുറഞ്ഞ രീതിയിലൊക്കെയാണ്. അതാണ് ഇതും പരാജയപ്പെട്ടത്. അവർ നിർത്തിയത്. അടിക്കടി ഇവർ ഇത് പൂർത്തിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇരിട്ടി താലൂക്ക് സഭയുടെ പേരിൽ യോഗം നടക്കുന്നുണ്ട്, ചർച്ച നടക്കുന്നുണ്ട്, കമ്മിറ്റികൾ നടക്കുന്നുണ്ട്. കളക്ടർ ഇവിടെ അടിക്കടി വരുന്നുണ്ട്. എന്നിട്ടും ആനമതി നമ്മൾ പൂർത്തിയാക്കും, ആദിവാസികളെ വിളിച്ചു കൂട്ടുന്നുണ്ട്. ഇതിന് ചുറ്റും വനമാണ്. അതിന് നടുവിലാണ് ആറളം ഫാമിലെ 1400-ലധികം കുടുംബങ്ങൾ ജീവിക്കുന്നത്. ഇതിനകം തന്നെ 14 പേർ കാട്ടാന ആക്രമണത്തിൽ ആറളം ഫാമിൽ മാത്രം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പദ്ധതികൾ നടപ്പിലാകാതെ പോകുന്നത്? ഇപ്പോഴും ഓരോ ദിവസവും ഈ കാട്ടാന ഇവർ താമസിക്കുന്ന അടുത്തുപോലും എത്തുന്ന സാഹചര്യമുണ്ട് എന്നതാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഏതു സമയവും കാട്ടാന ആക്രമിക്കും, കൊല്ലപ്പെടും എന്ന ഒരു സാഹചര്യത്തിൽ, അത്തരത്തിലൊരു ഭീതിയിലാണ് ഇവർ ജീവിച്ചു മുന്നോട്ട് പോകുന്നത്. ഈ കൃഷിയിടങ്ങളൊക്കെ വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. എന്നിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് ഇവരോട് ഈ അവഗണന കാണിക്കുന്നത് എന്നതാണ് അവർക്ക് ചോദിക്കാനുള്ളത്. ഒരുപാട് വാക്ക് പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ആനപ്പതിൽ ഞങ്ങൾ പണി തരും, നിങ്ങളൊരു കാരണവശാലും പേടിക്കണ്ട, നിങ്ങളെല്ലാ വിഷമങ്ങളും തരും, നിങ്ങളെല്ലാ സങ്കടങ്ങൾ തരും, നിങ്ങളെല്ലാ പരാതിയും തീരും എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞ് ഇവിടുന്ന് എഗ്രിമെൻറ്റ് വെച്ചിട്ട് പോയതാണ് മന്ത്രി. എന്തുകൊണ്ട് ഈ 6 മാസം ഇതുവരെ തിരിഞ്ഞു നോക്കി? എന്തുകൊണ്ട് ഈ 6 മാസം 6 മാസം കഴിഞ്ഞിട്ടും ഇതിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് എത്തി ആദിവാസികളിട്ട് കണ്ണിൽ പൊടിയിടുക, എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഓരോ പരിപാടി ആദിവാസികളെ കൊണ്ടുപോവുക.
ഒരു ഭയങ്കര അവസ്ഥ നമ്മുടെ ഇവിടെ ജീവിതം. ഇത് ചാനലുകാരുള്ളത് കൊണ്ടാണ്, നിങ്ങളോട് ഞങ്ങൾക്ക് ഭയങ്കര നന്ദിയുണ്ട്. ഈ ചാനലുകാരുള്ളത് കൊണ്ടാണ് നമ്മളെ ഈ വിഷയങ്ങളൊക്കെ പുറത്തൊക്കെ അറിയുന്നത്. അല്ലാതെ ആരറിയാനാ? ഇവിടെ ഓരോരുത്തരും ചത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇത്രയും പേരെ കൊന്നിട്ട് പോലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം സർക്കാർ എടുത്തില്ലെങ്കിൽ പിന്നെ ഇത് എന്ത് ചെയ്യുമെന്ന് പറ. ഞങ്ങളത് ആരുടെ മുഖത്തൊക്കെ നോക്കണം. ഇപ്പോഴുള്ള ഭരിക്കുന്ന സർക്കാർ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ചെയ്യുന്നു. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുക അവർ ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.